വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഫ്രണ്ട്സ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമാണ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കായിട്ടൊന്നുമല്ല, നിങ്ങളോടൊന്ന് ജസ്റ്റ് ചിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നേക്കുന്ന കേട്ടോ ഗൈസ്. നമ്മുടെ 2025 ഗോയിങ് ടു ഫിനിഷ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിലായിട്ട്. അപ്പം അതിൻ്റേതായ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ ലൈഫിൽ ഹാപ്പി ആയിട്ടും സാഡ്നെസ് ആയിട്ടും കുറേ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നപ്പം ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് 2025 അല്ലെങ്കിൽ 2024 അവസാനം 2025 സ്റ്റാർട്ട് തൊട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, കുറേ കാര്യങ്ങൾ 2025 നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി വന്നൊന്ന് സംസാരിച്ച് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഈ 2025 ഗൈസ്, കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ എനിക്ക് കുറേ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൽ ഞാൻ ചില കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹാപ്പിനെസ് തേടി നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സന്തോഷമായി ഇരിക്കാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സാഡ്നെസ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, ഓരോ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മൾ വലിയ വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റൂലെന്നേ. അങ്ങനെ മനസ്സിലാക്കിയ ഒരു ഇയർ ആയിരുന്നു കേട്ടോ ഈ 2025 എന്ന് പറഞ്ഞാൽ. ത്രൂ ആയിട്ട് ലൈഫിൽ എനിക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റി. പിന്നെ അതായത് ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ മാറ്റം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് അങ്ങനെ ഓർത്തിട്ടായിരുന്നു ഞാൻ കുറേ കാലം ജീവിച്ചത്. പക്ഷേ 2025 ആയപ്പോഴത്തേക്കും, അതായത് 2024 എൻഡിങ് ടു 2025 സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടോ. അതിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ അതങ്ങ് ഫുള്ള് വാഷ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ മൈ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ല ഗായ്സ്, ശരിക്കും ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. കാരണം ഞാൻ എൻ്റെ സൈഡ്, അതായത് എന്നെ തന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, മറ്റുള്ളവർക്കും എനിക്ക് ഹാപ്പിനെസ് നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ എനിക്കും പറ്റി. പിന്നെ മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഈ 2025 സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ ഗൈസ്, ശരിക്കും ഒരു ഒന്നേന്ന് തുടങ്ങിയെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ ഒരു കുഴപ്പമില്ലാതെ, നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഞാനിവിടെ 2019 UAE വന്നത്. അന്ന് തൊട്ട് പയ്യെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഡെഫിനറ്റ്ലി ആദ്യമായിട്ട് ഗൾഫിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനും വലിയ പച്ച പിടിച്ചൊന്നും പോകൂലെന്നറിയാലോ. അങ്ങനെ ഞാൻ 2019 കല്യാണത്തിന് മുമ്പായിട്ടാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. അപ്പോൾ തൊട്ടേ പയ്യെ പച്ച പിടിച്ച് വന്നു. 2021 കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഞാൻ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്ത് തന്നെ കേട്ടോ. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ ഇവിടെ നേഴ്സായിരുന്നു. അങ്ങനെ സിസ്റ്ററിൻ്റെ ഇതിൽ വഴിയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഹെൽപ്പ് ചെയ്തു, എന്നെ ലോട്ട് ഓഫ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോലിക്ക് കയറി. LLH ഹോസ്പിറ്റലാണ് കയറിയത്. അങ്ങനെ അവിടെ 5 വർഷം പോയിട്ടോ. അങ്ങനെ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുമ്പോൾ ഏതൊരു മനുഷ്യരുണ്ടല്ലോ, എന്താ കൂടുതൽ പിടിക്കണം, കൂടുതൽ എത്തിച്ചേരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ പെട്ടുപോയി ഞാനും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ഓർത്തു, UK ഒന്ന് പോയേക്കാം, അവിടെ പോയി ഒന്ന് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ച് IELTS എഴുതി പാസ്സായി. എന്താ പറയുക, പല കാരണത്താൽ, പല നിമിത്തം എന്നൊക്കെ പറയാലോ, പോക്ക് നടന്നില്ല. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ തകർച്ചയിലെത്തിയെന്ന് പറയുന്ന ഒരു അവസരം തന്നെയായിരുന്നു. കാരണം എനിക്ക് നിങ്ങളോടത് പറയണമെന്ന് തോന്നിയുണ്ടല്ലോ. കാരണം എൻ്റെ ലൈഫിൽ ഇപ്പം നിങ്ങൾ പോലെയുള്ളവർക്ക് കാണുമ്പോൾ അറിയാം, നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ തളർന്നു പോകരുത് ഗൈസ്. തളർന്നു പോയി നമുക്ക് പിന്നെ മുന്നേറാൻ പറ്റത്തില്ല. അത് കാരണമാണ് ഞാൻ എൻ്റെ ലൈഫിലെ നിങ്ങളോട് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 2024 ലാസ്റ്റ്
ഓക്കെ, ലാസ്റ്റല്ല 2024 ഞാനിങ്ങനെ മുമ്പോട്ടേ കുറേ നാൾ മുമ്പേ UK പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പോയി, എൻ്റെ സിസ്റ്റർ പോയി. അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹത്തോടെ ഞാനും അങ്ങനെ IELTS എഴുതി കയറിപ്പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എക്സാമൊക്കെ പാസ്സായിരിക്കുമ്പം പിന്നെ അത് ഞാൻ ഇഗ്നോർ ചെയ്തു, വേണ്ട പോവണ്ട, ഇവിടെ തന്നെ ഓക്കെയാണ്, കംഫർട്ടാണോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നത് UK പോകാൻ. അങ്ങനെ എന്താ എടുത്തുചാട്ടം എന്നൊക്കെ പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചെയ്ത് വളരെ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK കയറി പോകുന്നതിന് മുമ്പ് ഉള്ള ജോലി കളഞ്ഞ്, അതായത് COS കിട്ടുന്നതിന് മുമ്പ് ഞാനും ഹസ്ബൻഡിന് ജോലിയും കളഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോയി. അതാണ് ജീവിതത്തിൽ 2024 ലാസ്റ്റിന് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വേഴ്സ്റ്റായിട്ടുള്ള ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ രണ്ടും ഇവിടെ കുഴപ്പമില്ലാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൊച്ചിനെയും കൂട്ടി രണ്ടുപേരുടെയും ജോലി ഒഴിവാക്കി UK പോവുകയാണല്ലോ, ഉള്ള ജോലിയും വിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി. അത് സർപ്രൈസായിട്ടൊക്കെയാണ് നാട്ടിൽ പോകുന്നത്, വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞു വരുമെന്ന്. ഞങ്ങൾ അവിടെ ചെന്നു, ഞങ്ങൾക്ക് അത്രമാത്രം കിട്ടുമെന്നുള്ള 100% ഉറപ്പിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. അതാണ് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞത്. ശരിക്കും ഉണ്ടല്ലോ, അതായത് ഇവിടെ നമ്മളൊരു ഫാമിലി ആയിട്ട് സെറ്റായി സ്റ്റുഡിയോ എടുത്ത് താമസിച്ച് ഒരു കുഴപ്പമില്ലാതെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്ന അവസരത്തിൽ ഇതൊക്കെ സംഭവിച്ച ഗൈസ്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ചെന്നു, ബാളിലേക്ക് എന്ന് പറയാം. ഞങ്ങൾ അവിടെ നാട്ടിൽ ചെന്നു. 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, നടക്കുന്നില്ല, പോക്ക് നടന്നില്ല. UK റിക്രൂട്ട്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പല കാരണത്താൽ ആ പോക്ക് നടന്നില്ല ഗൈസ്. ഒരു 5-6 മാസത്തേക്ക് നാട്ടിൽ വെറുതെ നിൽക്കേണ്ടി വന്നു. ആ നിപ്പിലൂടെ ഉണ്ടല്ലോ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. നമുക്കൊരു ജോലി ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെയും മാറും കേട്ടോ. നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഈവൻ ഫ്രണ്ട്സ്, പാരൻസ്, സഹോദരങ്ങൾ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അത് തന്നെ കേട്ടോ. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തകർന്ന അവസ്ഥയിലുണ്ടല്ലോ ആദ്യമൊക്കെ എല്ലാവരും ഒരു സഹതാപമായിട്ടുള്ള രീതി സപ്പോർട്ട് ചെയ്താലും പിന്നീട് വേസ്റ്റ് എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. അന്നേരം അങ്ങനെ ഞാൻ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ 2025 വന്നപ്പോഴത്തേക്കും വേണ്ടാത്ത കാര്യങ്ങൾ നോ എന്ന് പറയേണ്ടിടത്ത് നോ പറഞ്ഞേ പറ്റുള്ളൂ, എസ് എന്ന് പറയേണ്ടിടത്ത് എസ് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു റിട്ടേൺ ബാക്ക് ടു UAE. അങ്ങനെ ഞങ്ങൾ UAE തിരിച്ച് കയറി വന്നു ഗൈസ്. കൊച്ചിനെയും കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ വന്ന് അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി, പോസിറ്റീവായി ചിന്തിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ UAE കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ ഒരിക്കലും മറക്കാതെ പറയുന്നൊരു ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചി, ഷിബു ചേട്ടൻ. കാരണം അവർ നമ്മുടെ സഹോദരിനേക്കാളും ഇരട്ടിയായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലുണ്ടല്ലോ ഞങ്ങൾക്ക് ഈ നിമിഷവും ഞങ്ങളെ വന്ന് സഹായിക്കുന്ന ഒരു വ്യക്തി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത അത്രമാത്രം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അവർ കേട്ടോ. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ജീവിതത്തിൽ കുറേ ലെസൺസ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റി ഗൈസ്. അങ്ങനെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി ഇപ്പം ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹാപ്പി ഉണ്ടാവും. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞുള്ള സന്തോഷം ഉണ്ടാവും, സാഡ്നെസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമുക്ക് സന്തോഷം മാത്രമുള്ളെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ലല്ലോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം വന്നിട്ട് പിന്നീട് സന്തോഷത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ലൈഫിലെ ഒരു സ്റ്റോറി തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് നമ്മൾ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം കുറച്ചും കൂടെ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൂടുമല്ലോ. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാനതൊക്കെ ഒന്ന് അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി റിക്കവർ ആയതിന് ശേഷമാട്ടോ ഗൈസ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനു മുമ്പായിട്ട് എനിക്ക് കുറേ വിഷമങ്ങളും ദേഷ്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാത്തിൽ നിന്ന് റിക്കവറായി നല്ലതായിട്ട് മോചനം കിട്ടി നിൽക്കുന്ന അവസരത്തിൽ
ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇങ്ങനെയുള്ള ജീവിതത്തിൽ കുറേ ഇൻസിഡൻസുകൾ വന്നു കഴിയുമ്പോൾ നമ്മളത് തകരാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് കുറേ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ 2026 കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ മനസ്സിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ജീവിതത്തിൽ. അതൊക്കെ സക്സസ്ഫുൾ ആകുവാണെങ്കിൽ ആ സ്റ്റോറി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം എന്താ, ഏതൊരു മനുഷ്യനും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് എന്ത് നടക്കണം എന്ന് ചിന്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിലും സാഡായിട്ടിരിക്കണമെങ്കിലും ഏത് ഇമോഷൻസ് ആയിട്ടിരിക്കണമെങ്കിലും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ ഗൈസ്. അപ്പം ഇനി മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും കൂടി ഒന്നും കൂടി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ, സീ യു.